ഇപ്പം എനിക്ക് മുമ്പായിട്ട് പ്രസംഗിച്ച കത്തദാസൻ പറഞ്ഞു, തലമുറകളൊക്കെ ഇരുട്ടിലടന്ന്. കുറച്ചൊക്കെ സത്യമുണ്ട്, അല്ല കുറച്ചെന്നല്ല സത്യമുണ്ട്. അപ്പോൾ തന്നെ ഇവരൊക്കെ നല്ല മക്കളുമോ, എന്നാൽ പോലും അത് പരമാർത്ഥമല്ലേ? ഇരുട്ടിൻ്റെ ലോകത്താണ്. എന്തൊക്കെയോ ആണ് അവരെ സ്വാധീനിക്കുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വിവാഹത്തിന് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലങ്ങ് സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ആ വിവാഹം ഇങ്ങനെ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അത് കുറേ പിള്ളേർ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബൈക്കിട്ട് ഇരപ്പിക്കുകയാണ് പള്ളിയുടെ മുറ്റത്ത്. ഇതിൻ്റെ കണ്ണിന് കണ്ടാണ്. അന്നേരം ഇവരോട് ലീഡർ പറഞ്ഞു കൊടുക്കും, ഫ്രണ്ട് പൊക്കാൻ പറയുമ്പോൾ ഇവരിങ്ങനെ ഫ്രണ്ട് പൊക്കും. പിന്നെ ബായ്ക്ക് കറക്കാൻ പറയുമ്പോൾ അതിങ്ങനെ ബായ്ക്ക് കിടന്ന് കറങ്ങും. ബായ്ക്ക് കിടന്ന് കറങ്ങുമ്പോൾ ടയർ ഇങ്ങനെ കരിഞ്ഞ പുക വരും. എന്തോ അഭ്യാസങ്ങളെ കാണിക്കുന്ന ഭയങ്കര സൗണ്ട്. അതിൻ്റെ സൈലൻസറൊക്കെ എടുത്ത് കളഞ്ഞതാണ്. ഇതെല്ലാം എടുത്തുകൊണ്ട് കളഞ്ഞതാണ്. പക്ഷേ ഇവരെങ്ങനെ ഈ ബൈക്ക് മേടിച്ചത്? ഇവരെ ബൈക്ക് മേടിക്കാൻ പല പിള്ളേരെ എനിക്കറിയാം. അപ്പം സമ്മതിക്കത്തില്ല. അപ്പം ഗൾഫിലായിരിക്കും, അല്ല എവിടെ ആയിരിക്കും. ഇവന്മാർ പറയും എന്ത് ചെയ്ത്, അപ്പം പറയും എൻ്റെ ബൈക്ക് മേടിക്കുന്ന പ്രശ്നം ഇവിടെ ഇല്ല. പിന്നെ ഈ പിള്ളേരെല്ലാം ബൈക്ക് മേടിച്ചതും മൊബൈൽ മേടിച്ചതെല്ലാം ഒറ്റ ചാക്കിയിട്ട ആരെയാണ്? അമ്മയാണ്. അവൻ അമ്മയുടെ പുറകെ നടന്നു. അമ്മയല്ലേ, എൻ്റെ ചക്കര അമ്മയല്ലേ, എൻ്റെ പൊന്നമ്മയല്ലേ, എൻ്റെ മുത്തല്ലേ, എൻ്റെ പാലല്ലേ, എൻ്റെ തേനല്ലേ, എൻ്റെ അമ്മയല്ലേ. ഈ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്, 10 വട്ടം വിളിച്ചാൽ എന്തോ ചെയ്യും? അങ്ങ് അലി, അമ്മ അമ്മ അമ്മ, എന്നടാ ബൈക്ക് വേണം. എന്തിനാ മോനെ? ഏട്ടാ ഇവിടെ പ്രശ്നമില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഉദിക്കുന്നില്ല. അല്ലമ്മ, അമ്മയെ ഞാൻ സഹോദരിമാരുടെ മീറ്റിങ്ങിന് കൊണ്ടുപോയിടാം, അമ്മയെ ഞാൻ യോഗത്തിന് കൊണ്ടുപോകാം, അമ്മയെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാം. പാവം അച്ചായൻ അമ്മയെ കൊണ്ടുപോകത്തില്ല. അമ്മയോർത്ത് ഈ ചെറുക്കൻ പറയുന്നത് സത്യമാണ്. അവസാനം അമ്മ ചട്ടം കെട്ടി, അമ്മ FD പൊട്ടിച്ച്, അമ്മയുടെ റിസ്കിൽ അമ്മ ബൈക്ക് മേടിക്കാൻ കൊടുത്തു. അമ്മ ഇവനെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബൈക്കെന്നേ അമ്മയെ ഓർത്തുള്ളൂ. പക്ഷേ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അമ്മ കണ്ടത്, തണ്ട് ഇങ്ങനത്തെ ബൈക്കാ. ഇതിൻ്റെ പുറം കണ്ടില്ലേ, അതങ്ങ് എവറസ്റ്റ് കൊടുമുടി പോലെ ഇരിക്കുക. ഈ അമ്മ എവിടെ കയറിയിരിക്കും? അമ്മ ഇരുന്നാൽ നിരങ്ങി താഴെ വരും. അല്ല പിന്നെ ന്യൂജൻ അമ്മയായിരിക്കണം, ജീൻസും ടീഷർട്ടും ഒക്കെ ഇടുന്ന അമ്മയായിരിക്കണം. അങ്ങനത്തെ അമ്മയൊന്നും അല്ല നമ്മുടെ അമ്മ. നമ്മുടെ അമ്മയെല്ലാം പാവം സാരിയൊക്കെ കൊടുത്ത മാക്സിമം അങ്ങേയറ്റം ഒരു ചുരിദാടുന്ന അമ്മയാണ്. ഈ അമ്മ എവിടെ കയറിയിരിക്കും? കഷ്ടപ്പെട്ട അമ്മ മോന് ബൈക്ക് മേടിച്ച് കൊടുത്തു. അതുകൊണ്ട് എല്ലാ പിള്ളേരും ബൈക്ക് മേടിക്കുകയാണെങ്കിൽ അമ്മയെ കൂടെ കൊണ്ടുവന്ന് ബൈക്ക് മേടിക്കണേ. അല്ല പിന്നെ അമ്മ ഇവിടെ നേരം ഇങ്ങനെ ഇരിക്കുന്ന ബൈക്കല്ലേ, അവത്തെ ഇരുന്നാൽ വേളി നിങ്ങൾ താഴെ പോകത്തില്ലേ? ഈ ബൈക്കിലെല്ലാം കറങ്ങി ഒരു ഫോണും ഒക്കെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു ഗുരുവുണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, മരപ്പണിക്കാരനായിരുന്നു. ആ നല്ല പ്രായത്തിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് കഷ്ടപ്പെടുകയാണ്. മരപ്പണിക്കാരുടെയൊക്കെ കണ്ടിട്ടില്ലേ, രാവിലെ ഇരുന്ന നല്ല പണിക്കാർ വൈകുന്നേരം വരെയൊക്കെ അധ്വാനിക്കും. ഇന്നുമുണ്ട് നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാർ. 5 മണിയെന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കുമ്പോൾ ഉടനെ ഒന്നും നിവരാനൊക്കത്തില്ല. രാവിലെ തൊട്ട് കൂനിപ്പിടിച്ചിരുന്നവർക്ക് അവരിങ്ങനെ പെതുക്കെയാണ് നിവർന്നു വരുന്നത്. ഒറ്റയടിക്കൊന്നുമല്ല, ഒന്ന് നിന്ന് പെതുക്കെ നിവർന്നു വരും. നിവരാൻ കുറേ സമയമെടുക്കും. കാലിന് വേദന, നടുവിന് വേദന. വീട്ടിൽ ചെന്നാൽ ഒരു മക്കളും അത് മൈൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ തന്നെത്താൻ ഇച്ചിരി എണ്ണയൊക്കെ വാരിത്തൂത്ത് കിടന്നുറങ്ങി ആരെയും അറിയിക്കാതെ നടക്കും. അതുകൊണ്ട് ഇവൻ ശുശ്രൂഷ തുടങ്ങിയപ്പം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ നിങ്ങൾ എൻ്റെ അടുക്ക വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് ഭയങ്കര ശക്തി? കഷ്ടപ്പെട്ടവനും വേദന അറിഞ്ഞവനും അധ്വാനിക്കുന്നവനും അവന് നമ്മുടെ വേദന അറിയാവുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ക്രൂശിതന് ഭയങ്കര ശക്തിയുണ്ട് അവൻ്റെ വചനങ്ങൾക്ക്. അവൻ ഒരിക്കലും ഒരു തത്വസംഹിതയുടെ ആളല്ല, എന്തൊക്കെയോ ലൈബ്രറി ഇരുന്നു കൊണ്ട് രൂപപ്പെടുത്തിയ ആശയങ്ങളുടെ വ്യക്താവല്ല. ജീവിതത്തിൽ ചാലിച്ച മനുഷ്യൻ അനുഭവിച്ച സകല പ്രശ്നങ്ങളിൽ കൂടെ നടന്നു പോയിട്ട് മനുഷ്യനെ നോക്കി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നും എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ വേദന സഹിക്കാൻ വയ്യാതെ കൈകാലുകൾ പുടന്ന് നടുവിന് വേദനയായി കഷ്ടപ്പെട്ട് രാത്രി വന്ന് കിടക്കുന്നവർ, കർത്താവെ അപ്പച്ചാ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അവരുടെ അടുക്കൽ വന്നിട്ട് ഗിലെയാദിലെ സുഗന്ധതൈലം ഒഴിച്ച് അവരെ തിരുമ്മിയിട്ട് അവരെ ഉറക്കി എന്ന് പറയുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ എളിയവൻ അനേകരെന്ന് കേട്ടിട്ടുണ്ട്. യേശുപ്പച്ച എനിക്ക് വയ്യ കർത്താവെ, എൻ്റെ പൊന്നു കർത്താവെ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ തൻ്റെ കാന്തയെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവമാണ്, അറിയുന്ന ഒരു കാന്തൻ. എന്തുകൊണ്ട്? അവൻ അറിഞ്ഞവനായതുകൊണ്ട്. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഇങ്ങനെയുള്ളൊരു കർത്താവാണ്. ഇതൊരു തത്വസംഹിത പ്രസംഗിക്കുകയല്ല, അറിഞ്ഞ ഒരു ചരിത്ര പുരുഷൻ നമുക്ക് വേണ്ടി. താൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, നമുക്ക് പകരം എല്ലാം അനുഭവിച്ചവൻ, നമുക്ക് പകരം എല്ലാം കൊണ്ടവൻ, എല്ലാം അറിഞ്ഞവൻ, എല്ലാം അനുഭവിച്ചവൻ, അവനാണ് നമ്മുടെ ഗുരു, അവിടുന്നാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സ്നേഹമോർത്ത് ഇന്ന് രാത്രി ഏവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അവിടുന്ന് ആ നല്ല പ്രായത്തിൽ
ഒത്തിരി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ എന്തു ചെയ്യാം, ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി ധ്യാനിക്കുന്നൊരു ഭാഗമാണത്, ഒത്തിരി ധ്യാനിക്കുന്നൊരു കാര്യം. അവൻ സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ അവന് മരുഭൂമിയിലേക്ക് പോയി. എത്ര ദിവസം? 40 ദിവസം പരീക്ഷണത്തിൽ കൂടെ പോയി ഉപവസിച്ചു. പരീക്ഷകൻ അടുത്ത് വന്നു. 40 ദിവസം ഉപവസിച്ചപ്പോൾ കർത്താവിന് വിശന്നു. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് പരീക്ഷകൻ വന്നിട്ട് പറഞ്ഞു, കല്ലിനെ കൊടുത്തിട്ട് പറഞ്ഞു, നീ കല്ലുകൊണ്ട് എന്തുണ്ടാക്കാൻ? അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. വിശന്ന കർത്താവ് 40 ദിവസം ഇരുന്ന് ഉപവസിച്ചു. 40 ഇരുന്നാൽ ആദ്യമൊക്കെ വിശപ്പ് കാണും, പിന്നെ കുടലൊക്കെ ചുരുങ്ങും, പിന്നെ ഒരു പരവേശമൊക്കെ കാണത്തുള്ളൂ, വിശപ്പ് കുറയും, കുടൽ ചുരുങ്ങും. 40 ഇരുന്ന ഒരു 30കാരൻ അവന് വിശപ്പിനേക്കാൾ ഉപരി ദാഹവും പരവേശവും കാണും. 40 ഇരുന്ന് എഴുന്നേറ്റ സാധാരണക്കാർക്ക്, ഞാൻ 40 ഇരുന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും ഇരുന്നിട്ടുണ്ട്, ആ ചെറുപ്പത്തിനൊക്കെ 40 ഇരുന്ന് എഴുന്നേറ്റാൽ 40 കഴിഞ്ഞവർക്ക് അറിയാവുന്നവർ പറയും, നിങ്ങൾ ഇന്ന് ഇറച്ചി മീനും ഒന്നും കഴിക്കരുത്, നിങ്ങൾക്ക് വേവിച്ച കഞ്ഞി പ്രത്യേകം വെച്ചിരിക്കും, ഇച്ചിരി കഞ്ഞി, അതും അറിയാവുന്നവർ പറയും, ഒന്നിച്ച് കുടിക്കരുത് കുഞ്ഞ്, ഇച്ചിരി എന്ത് ചെയ്യാവൂ, കുടിക്കാവൂ, 3-4 സ്പൂണൊക്കെ കുടിക്കുക, 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇച്ചിരി കുടിക്കുക, കാരണം കുടലിങ്ങനെ വികസിച്ച് വരും. കഞ്ഞി കുടിച്ചാൽ അവന് ദഹിക്കാൻ പാടാ, അവന് കല്ല് നിന്നാൽ ദഹിക്കുമോ? അതുകൊണ്ട് ഇന്നും എൻ്റെ കർത്താവിന് പ്രത്യേകതയുണ്ട്. അവൻ വിശക്കുന്നവനെ കണ്ടാൽ അവന് പ്രത്യേകം അറിയാവുന്ന ഒരു കർത്താവാണ്. വിശക്കുന്നവൻ്റെ മുമ്പിൽ ഇങ്ങനെ അപ്പമായിട്ട് വരാൻ കഴിയും. ഇന്നും വിശപ്പൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ അടുത്തിടയ്ക്ക് കേട്ട ഹൃദയസ്പർശിയായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കാൻ പോയി. 4 പെൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളിൽ അവരെല്ലാം ഇന്ന് റാങ്കൊക്കെ മേടിച്ച മക്കളാണ്. അതിലൊരു മോള് ഭോപ്പാലിൽ പഠിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവരുടെ പാസ്റ്റർ എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. ഞാനവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഈ സാക്ഷ്യം ആ പാസ്റ്റർ പറഞ്ഞാൽ ഞാൻ കേട്ടത്. കൊച്ച് അവൾ മാത്രമേ ഇളയത്, ബാക്കി കുഞ്ഞുങ്ങളൊക്കെ വലിയ മക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന മക്കൾ. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി 3-4 തുടം കുറച്ച് പാല് മേടിക്കും, കുഞ്ഞിന് മാത്രം കൊടുക്കും, കുഞ്ഞായതുകൊണ്ട്. അപ്പം ഒരു ദിവസം സ്കൂളിൽ പോകാൻ നേരത്ത് മക്കൾ ചോദിച്ചു, അമ്മ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി പാലൊഴിച്ചിട്ട് ഇച്ചിരി ചായയെങ്കിലും തരാമോ? പാല് തന്നില്ലെങ്കിലും കട്ടൻ കാപ്പി പാലൊഴിച്ച് ഇച്ചിരി ചായ തരാമോ? അമ്മ പറഞ്ഞു, തന്നേക്കാം. കുഞ്ഞുങ്ങൾ തിരിച്ചു വരാറായി. അമ്മയുടെ മനസ്സിലൊരാളൽ ഇച്ചിരി വെള്ളച്ചായ മക്കൾക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. നല്ല നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ, കർത്താവിൻ്റെ വേല ഇറങ്ങിയവരാ. വാതുക്കലൊരു മുട്ട് നോക്കിയപ്പോൾ ഒരു പാലുകാരൻ പാലെടുത്ത് കൊടുത്തു. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, അവർ കൊടുത്തു. അമ്മയോർത്തു ഇതെന്തോ സംഭവിച്ചെന്നറിയില്ല, അച്ചായൻ പറഞ്ഞായിരിക്കും. പക്ഷെ പെട്ടെന്ന് അച്ചായൻ വന്നു, ചോദിച്ചു, പാലുകാരൻ വന്നു, പാല് തന്നു. ഏത് പാലുകാരൻ? കണ്ടാൽ എനിക്കറിയാം, ഒരു കൊച്ചു ഗ്രാമം. അവർ ഗ്രാമം മുഴുവൻ സൈക്കിളിൽ അലഞ്ഞു ഈ പാലുകാരനെ കണ്ടെത്താൻ. ഇന്ന് വരെ അവർ ആ പാലുകാരനെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഈ ദിവസങ്ങളിലും, അതൊന്നും ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല, മാക്സിമം ഒരു 15 വർഷത്തിൻ്റെ ഗ്യാപ്പ് നടന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഇന്നും വിശന്നവൻ്റെ അടുക്കൽ ഇങ്ങനെ വരാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്നാ. എന്തുകൊണ്ടാണ്? അവനാണ് നമ്മുടെ ഗുരു, ക്രൂശിതൻ, നമ്മളെ എല്ലാം അറിഞ്ഞവനാണ്. കാലം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവൻ്റെ അടുക്കൽ വന്നിട്ട് ആൾക്കാർ പറയുന്നു, ശിഷ്യൻ വന്നിട്ട് പറയുന്നു, നാളെ എന്തടയ്ക്കണം? കരമടയ്ക്കാൻ ഓർമ്മിപ്പിച്ചു. കരമടയ്ക്കാൻ പൈസയില്ല. ഇന്നത്തെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഞാനൊരു ദൈവദാസനായതുകൊണ്ടും എൻ്റെ ഒരു പറ്റം ആളുകളുടെ വേദനയും ദുഃഖവും നൊമ്പരവും ഒക്കെ ഇങ്ങനെ ഹൃദയത്തിലിട്ട്, അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ എമ്പതിയൊക്കെ കൂടി വേണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവസാനം നമ്മളെപ്പോലും സഹിക്കാൻ വയ്യാത്ത പോകുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ. കാരണം നാളെ ജപ്തി വരും. പണ്ടൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ ഫേസ് ചെയ്യിച്ചിട്ടുണ്ട്. അത് അഹങ്കാരം പറയല്ല, പരമാർത്ഥമായിട്ട്. ജപ്തിയൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ പേടിക്കണ്ട, ഓരോരുത്തരും ജപ്തിക്ക് വരത്തില്ല. ഇനി ജപ്തി ചെയ്യാൻ വന്നാൽ നമ്മൾ കയറി അങ്ങ് ഇരുന്നാൽ മതിയെന്നേ. അങ്ങനൊന്നും ജപ്തി ചെയ്യാൻ നോക്കത്തില്ലായിരുന്നു. അതിന് അത്യാവശ്യമുള്ള ഒരു സൗകര്യമാരൊക്കെ ഇരുന്നാൽ മതി, ഇവരൊന്നും ജപ്തി ചെയ്യാൻ നോക്കത്തില്ല. ഇപ്പം കാലം മുമ്പോട്ട് പോയി. കാരണം ബാങ്കിൽ പൈസയില്ല, നിമിഷം ഓർഡറാണ്, ബാങ്ക് റപ്റ്റായിക്കോ, ജപ്തി ചെയ്തോ. ജപ്തി ചെയ്യാനൊക്കെ വരുന്നത് ഒരു വലിയ സന്നാഹത്തോടാണ് വരുന്നത്, ആർക്കും പ്രതിഷേധിക്കാനോ. കാരണം ഞാനതിനൊരു മാനേജരോട്, ഏറ്റവും സീനിയർ മാനേജറിൻ്റെ അടുക്ക വരെ പോയപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ബാങ്കിൽ പൈസയില്ല, പിന്നെ നമ്മൾ എന്തോ ചെയ്യാനാ? മനുഷ്യൻ ബാങ്കിൽ പൈസയില്ല, കർശന ഓർഡർ, റിക്കവർ ചെയ്തോണം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തോ ചെയ്യും? ഇവരെയൊക്കെ കുറ്റപ്പെടുത്താൻ ആൾക്കാർ കാണും. പക്ഷേ ഇതുപോലൊരു സിറ്റുവേഷനിൽ അവിടുന്ന് കടന്നുപോയി. നാളെ റോമാക്കാർക്ക് കരമടച്ചില്ലെങ്കിൽ അവരുടെ
അവരുടെ മട്ട് മാറും, ഇതുപോലൊക്കെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് എന്തോ ചെയ്യും, പറയുകയാണ് പത്രോസെ, നീ പോയിട്ട് ആ ചൂണ്ടയിട്, ഒരു മീൻ്റെ വായി ദ്രഹ്മപ്പണം കാണും, അതെടുത്ത് നീ കരമടയ്ക്കണം, എൻ്റേതും നിൻ്റേതും. അതുകൊണ്ട് ഇന്നും പണമില്ലാത്തവൻ്റെ മുമ്പിൽ അവൻ്റെ ദുഃഖം അറിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. നാളെ എന്ത് ചെയ്യും കർത്താവേ എന്നോർത്ത് ഇന്നെൻ്റെ രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുന്നവൻ്റെ അടുക്കൽ കുറ്റപ്പെടുത്താതെ വരുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. എല്ലാവരും കുറ്റപ്പെടുത്തുമായിരിക്കാം, നീ ചെയ്തത് അബദ്ധമാണ്, ഒരു പക്ഷേ അബദ്ധമായിരിക്കാം. പലരും വസ്തു എടുത്തിട്ടത് വിൽക്കാമെന്ന് ഓർത്തതാ, അബദ്ധം ചെയ്തതല്ല, ബുദ്ധിമാന്മാരായതുകൊണ്ട് ചെയ്തതാ. എന്നാൽ ബുദ്ധിമാൻ്റെ ബുദ്ധിയൊക്കെ പോയി കഴിയുമ്പോൾ ഇനി എന്താ ചെയ്യുക? എനിക്കൊരു കാര്യം അറിയാം, അവരെ ഇതുപോലെ അറിയാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. അല്ല കർത്താവേ, നാളെ രാവിലെ ഞാൻ എങ്ങനെ ചെയ്യും? കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ അടിക്കും? പരീക്ഷ എങ്ങനെ നടക്കും? കല്യാണം എങ്ങനെ നടക്കും? അല്ല വാടക എങ്ങനെ കൊടുക്കും? എന്നൊക്കെ ഓർത്ത് കിടന്ന രാത്രികളിൽ പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, കരമുയർന്നിരിക്കട്ടെ. കരമെല്ലാം ഇങ്ങനെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ അത്ഭുതമൊക്കെ നടന്നത്? നീ ആരെയും കണ്ടില്ലെങ്കിലും ചങ്ക് പൊട്ടി വേദന ഒരുവനോട് പറഞ്ഞപ്പോൾ അവനിതൊക്കെ അറിയാവുന്നവനായതുകൊണ്ടും അവൻ ചരിത്രത്തിൽ അത് അനുഭവിച്ചവനായതുകൊണ്ടും ആരെയും തേടിയെത്തുന്ന ഒരു ഗുരുവുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. യേശു 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 യേശു. അതാ ലഗതന ശഖ റഗ ദഗ നിഗതന. കരങ്ങളടിച്ചെല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചൊന്ന് ആരാധിച്ച് ആ കരങ്ങളെല്ലാം ചേർത്തടിച്ച്, എനിക്ക് പ്രസംഗിക്കാൻ മറ്റൊരാളില്ല, എനിക്ക് പ്രസംഗിക്കാൻ ഒരാളുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, മനുഷ്യന് വേണ്ടി ജഡാവതാരം ചെയ്തവൻ, മനുഷ്യനെ അറിയുന്നവൻ, മനുഷ്യനെ അറിഞ്ഞവൻ, അവൻ വല്ലാതെ കഷ്ടപ്പെട്ട സഹിച്ചവൻ. പക്ഷേ അതിനൊരു മറ്റൊരു സത്യം കൂടെ ഉണ്ട് പ്രിയരെ, തീരെ ഇല്ലായ്മക്കാരുണ്ട്, അതൊരു സത്യമാണ്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷേ ഞാനിന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരൊന്നുമല്ല ഇടത്തരം പണക്കാരായിരുന്നവർ, നല്ല വീട്ടിൽ ജനിച്ചവർ. അവർക്ക് ഇരക്കാൻ അറിയില്ല, മോഷ്ടിക്കാൻ അറിയില്ല, അഭിമാനം കളയാനൊക്കത്തില്ല. പട്ടിണി കിടക്കുന്ന ആരോടും പറയാത്ത ഒത്തിരി പേർ വലിയ വീടുകളിലുണ്ട്. പക്ഷേ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ. എന്താ കാര്യം? പുറത്താർക്കും അറിയാൻ കഴിയാത്തതും അകത്തെ അറിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു എന്നാണ്. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഒരിക്കലും പുറം കാഴ്ചകളിൽ മയങ്ങുന്നവനല്ല, അവൻ അകമറിയുന്ന ഒരുവനാണ്, അവൻ അകമറിയുന്ന ഒരുവനാണ്. ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അതാ ലഗതന ശബ ലഗതന. കരങ്ങൾ ഉയർത്തി എല്ലാവരും, യേശുവേ നീ എന്നെ അറിയുന്നവനാണല്ലോ. അകമറിയുന്ന ഒരുവനുണ്ട്, അകമറിയുന്ന ഒരുവനുണ്ട്, അകമറിയുന്ന ഒരുവനുണ്ട്, അകമറിയുന്ന ഒരുവനുണ്ട്. അന്ധുൻ കടകം ശകനം ധികനം രഗജം രഗനം ശകനം. അതാണ് യേശു കർത്താവിൻ്റെ ശക്തി, ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാണ്. ആ വാക്കുകൾക്ക് മാത്രമല്ല, അവൻ പറഞ്ഞ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. കാരണം അവൻ്റെ വാക്കുകൾ വെറും വാക്കുകളല്ല, അവൻ്റെ വാക്കുകൾ ബുദ്ധിയുടെ വാക്കുകളല്ല, അവൻ്റെ വാക്കുകൾ ജീവൻ്റെ വാക്കുകളാണ്. അവൻ ജീവിതത്തിൽ അനുഭവിച്ചതിൻ്റെ വാക്കുകൾ. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ വചനം, ആ കർത്താവ് നമ്മുടെ ഇടയിൽ ജഡാവതാരം ധരിച്ചിട്ടുണ്ട്. അവൻ ഓരോരുത്തരെയും സ്പർശിക്കാൻ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്നിവിടെ ഉണ്ട്. കരം ചേർത്തടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട കർത്താവ്, ക്രൂശിൻ്റെ വചനം, ക്രൂശിതൻ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഞങ്ങൾക്ക് അടയാളം വേണ്ട. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ ഒത്തിരി അടയാളം ചോദിച്ചു. അതുകൊണ്ടാണ് ഈ നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ ചെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കും. അപ്പം പറയുന്നു, ഈ ആരെന്ന് പറഞ്ഞാൽ അവർക്ക് അടയാളം ചോദിക്കുകയല്ലാതെ എന്തോ വല്ല അടയാളം കണ്ടാലും വിശ്വസിക്കത്തില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സാധുക്കളായ ദൈവമക്കളോട് ചോദിച്ച് അവർ പറയും, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അടയാളമൊന്നും വേണ്ട, ഞങ്ങൾ അനുഭവിച്ച ഒരു കർത്താവുണ്ട്, ഞങ്ങൾ അനുഭവിച്ച ഒരു കർത്താവുണ്ടെന്ന് പറയാം. ഒരടയാളവും വേണ്ട, അടയാളമില്ലാതെ എനിക്ക് അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഈ അടുത്തിടയ്ക്ക് എവിടെയോ പോയിട്ട് വരുമ്പം ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങൾ കുറേ പേരുണ്ട്. അപ്പം ഞങ്ങളെ കണ്ടതുകൊണ്ടായിരിക്കാം അവിടെ ഇരുന്ന ഒരു പുരുഷനല്ല, അതെന്നെ അത്ഭുതപ്പെടുത്തി. ഒരു സ്ത്രീ, പുരുഷനായിരുന്നെങ്കിൽ പിന്നെയും. അപ്പോൾ ആ ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു വാട്സപ്പിലെ മെസ്സേജ് ഇങ്ങനെ ഓണാക്കുകയാണ്.
അപ്പോൾ ആ സ്ത്രീയുടെ സ്ത്രീ, പുരുഷനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഒരു സ്ത്രീ വളരെ ആഠ്യത്വമുള്ള ഒരു നല്ല സ്ത്രീ, പക്ഷെ കണ്ടാൽ നല്ല ഒരു ഐശ്വര്യമുള്ളൊരു സ്ത്രീ. അവർ ഞങ്ങളെ മനസ്സിലായതുകൊണ്ടായിരിക്കാം, ഉദ്ദേശിമാരെ കണ്ടാൽ കുറേയൊക്കെ അറിയാമല്ലോ, അപ്പോൾ മനസ്സിലാക്കണം പെട്ടെന്ന് ഇത്. അപ്പോൾ അവർ പറയുന്ന ആ മെസ്സേജ് ഇങ്ങനെ ഉറക്കെ വിടുകയാണ്, ഒരു കാര്യമില്ല, അൺടൈമിൽ ഇടുകയാണ്, ഒരാവശ്യമില്ലാതെ. എന്താണ്, യേശു എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, ജോസഫസ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇവരെല്ലാം ഇങ്ങനെ ഇല്ല ഇല്ല എന്നൊക്കെ പറയുകയാണ്. എനിക്ക് അവരോടൊന്നും കൂടി, പക്ഷെ അവരുടെ മുഖത്തെ ഭാവവും സ്ഥലവും ഒക്കെ തന്നിട്ട് പറയാൻ തോന്നിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറയണമെന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. വാത്സല്യ സഹോദരി, എനിക്ക് യേശുവിൽ വിശ്വസിക്കാൻ, എനിക്ക് യേശു ഉയിരോടുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരു തെളിവും വേണ്ട, എനിക്ക് ആരുടെ എഴുത്ത് വേണ്ട, എനിക്ക് ഒരു പുസ്തകത്തിൻ്റെയും ചരിത്രരേഖയുടെ ആവശ്യമില്ല. എനിക്കറിയാം എൻ്റെ കർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഒരു ഉപോത്ബലകമായി ഇതെല്ലാം വേണോ? ഇതൊരു ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയാണെന്ന് എനിക്കറിയാം. എങ്കിലും പറയട്ടെ, ഒരു തെളിവുമില്ലാതെ എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും, എൻ്റെ യേശു ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ അടയാളങ്ങളില്ലാതെ, തെളിവ് ചരിത്രരേഖകളില്ലാതെ തന്നെ ചരിത്രപുരുഷനെ അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട് നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവ് അതിനെപ്പറ്റി പറയാൻ നമുക്ക് ചരിത്രത്തിൻ്റെ ആവശ്യം. ചരിത്ര തെളിവുകൾ നല്ലതാണ്, ഞാൻ അല്ലെന്നല്ല പറഞ്ഞത്. അതിനപ്പുറം ജീവിച്ചിരുന്ന് അവനെ അനുഭവിച്ച ഒത്തിരി പേർ ഇതിനകത്തിരിപ്പില്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ വേദനകൾ അറിയുന്നൊരു കർത്താവ് ഇങ്ങനെ കാലം മുമ്പോട്ട് പോവുകയാണ്. കാലം മുമ്പോട്ട് പോയപ്പം അവനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞാനിവനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നു പോലും ഇല്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ പിലാത്തോസിൻ്റെ കോടതി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, അവസാനം പിലാത്തോസ് ഒരു മാർഗം നോക്കിയാളും, നിങ്ങൾക്ക് ആരെ വേണം, ബറബ്ബാസിനെ വേണോ യേശുവിനെ വേണോ? അവർ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ആരെ മതി? ബറബ്ബാസിനെ മതി. ഇവനെ വേണ്ട, ബറബ്ബാസിനെ മതി. ഇവനെ വേണ്ട, ബറബ്ബാസിനെ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി കാണത്തില്ലേ? കഴിഞ്ഞ ആഴ്ച ഇവർ പറഞ്ഞതാണ്, ഇവനെ മാത്രം മതി. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ഓശന്ന പാടിയവർ അതേ നാവ് കൊണ്ട് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവനെ എന്ത് വേണ്ട, ഇവനെ വേണ്ട, ബറബ്ബാസിനെ മതി. ഇന്നും പറയണം, ഈ ദൈവദാസന്മാരുടെ വേദനകളൊക്കെ എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നൂറുകണക്കിന് ദൈവദാസന്മാർ ഇന്ന് അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എന്നാലും അതൊന്നും എല്ലാ തരത്തിലും ഒന്നും മാറിയിട്ടില്ല. ഈ അങ്ങേയറ്റം ഞാൻ ഒരു അഹങ്കാരം പറയാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തല്ല, ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മിനിമം ഒരു വീട്ടുജോലിക്ക് ഒരാളെ വന്നാൽ 15,000 രൂപ കൊടുത്താലേ, ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, ഞാനൊരാളെ വിളിക്കാൻ പോയപ്പം പറഞ്ഞു, ഏറ്റവും മിനിമം 15 രൂപയും ചിലവും പിന്നെ ബാക്കി എല്ലാം കൂടെ തന്നാലേ നിൽക്കാനൊക്കത്തുള്ളൂ. മിനിമം 15 രൂപ കൊടുക്കണം. പക്ഷേ എൻ്റെ കൂടെ 10-50 ദൈവദാസന്മാരുണ്ട്. ഭൂരിപക്ഷം പേരും എനിക്ക് കൊണ്ടുതരുന്ന ദശാംശം അവർ കൃത്യം തരുന്നവരാണ്. ആ സെൻറ്ററിൽ കൊണ്ടുവരുന്നത് 800, 900, അങ്ങേയറ്റം 1200, 1300, 1500 ഉള്ളവരൊക്കെ രാജാവാണ്, അവർ വലിയ ആളാണ്. അപ്പോഴും അത് സാധാരണ ഒരു വീട്ടുജോലിക്കാർക്ക് കിട്ടുന്ന ഒരാളാണ്. ഇത് കിട്ടിയിട്ടും പിന്നെ ഇട്ടേച്ച് പോകാത്ത ഒറ്റക്കാരേ ഉള്ളതുകൊണ്ടാ, ഇവനെ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്, ഇവനെ അറിയാവുന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്വം കൊണ്ടാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരും ഒന്ന് പറയും, എന്താ പറയും, ഇയാളെ ഞങ്ങൾക്ക് വേണ്ട, അടുത്ത ആളെ മതി. ചിലരൊക്കെ ഇങ്ങനെ വഴക്കിന് നിൽക്കും. മിനിഞ്ഞാന്ന് രാത്രിയിൽ എന്നെ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ വേണ്ട, മർദ്ദിക്കണം. ഞാൻ ചോദിച്ചു, എന്താ കുറ്റം എന്ന് പറ. കുറ്റമൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പാസ്റ്ററോട് അങ്ങ് പറയുകയാണ്, അതങ്ങ് ഏറ്റെടുത്താൽ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, മാറ്റിയിരിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലെന്നേ, പ്രശ്നമൊന്നും ഇല്ല, പക്ഷെ നാളെ എന്തുണ്ടാകാം, പ്രശ്നം ഉണ്ടാകാം, പറഞ്ഞു വിട്ടാൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ട, കൂടുതൽ എക്സ്പ്ലനേഷനും വേണ്ട, ഒന്നും വേണ്ട, മാറ്റിയിരിക്കണം. ഞാനവനെ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പോയേക്കണം, വഴക്കിനൊന്നും നിൽക്കേണ്ട. പക്ഷേ കുറേ കരഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഈ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും, ചിലർ പക്ഷം പിടിക്കും, ഭൂരിപക്ഷം പേരും പറയും ആരോടും പറയണ്ട, പോയേക്കാം. അങ്ങനെ പോകാൻ തുടങ്ങുന്നവൻ്റെ കൂടെ ഒരാൾ കാണും, ആ ഗുരു അടുത്ത് വന്ന് പറയും, വിഷമിക്കണ്ട. എൻ്റെ മുഖത്ത് നോക്കിയും പറഞ്ഞു, നിന്നെ വേണ്ട, നിന്നെ വേണ്ട എന്ന് ഇന്നലെ കൊണ്ടു നടന്നവർ പറയുമ്പോൾ കണ്ണും പൂട്ടി മെയ്യും പൂട്ടി ആരോടും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നത് ഒറ്റയാളെ കണ്ടോണ്ടാ. എൻ്റെ ഗുരുവും ഇത് അനുഭവിച്ചവനായതുകൊണ്ടാണ് അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നത്. അവൻ്റെ കൂടെ ഒരാൾ വരും, അവൻ്റെ പേര് ഗുരു എന്നാണ്. ആ ഗുരു യേശു കർത്താവാണ്. യേശു കർത്താവ് പറയും, നീ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ നോക്കി പറഞ്ഞടാ മക്കളെ,
നിന്നെ വേണ്ട, എന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞതിൽ നീ വിഷമിക്കണ്ടോ. പക്ഷേ അവർ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ വേണമെന്നുള്ളിടത്തോളം കാലം ഞാൻ നിൻ്റെ കൂടെ കാണും. അതാണ് ഒരു ഉത്തമ ബോധ്യം. അതുകൊണ്ടാണ് ഇന്നും എത്രയെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും വേലയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഒറ്റ കാര്യം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വേണമെന്ന് പറയുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ടാണ്. എന്നെ വേണ്ട ഒരു കർത്താവ് ഉണ്ടെന്ന് ബോധ്യമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, ആർക്ക് നിന്നെ വേണ്ടായാലും നിന്നെ വേണ്ട ഒരാളുണ്ട്. അത് നിൻ്റെ വേണ്ടപ്പെട്ട കർത്താവാണ്. അവന് നമ്മെ വേണമെന്ന ഉത്തമ ബോധ്യം അകത്തളങ്ങളിലുള്ളവർ കരമുയർത്തി, എന്നെ വേലയ്ക്ക് വിളിച്ചത് കർത്താവാ, അവൻ എന്നെ വേണം. ആർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ, ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വേണ്ട ഒരു കർത്താവുണ്ടല്ലോ. ആ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിൻ്റെ തിന്മയ്ക്കല്ല, അത് നിൻ്റെ നന്മയ്ക്കാണ്.